നമ്മൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമാണെന്ന് സങ്കല്പിക്കുക. അതോടെ മ്യൂസിയങ്ങളിലും മറ്റും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ സ്പെസിമെനുകൾക്ക് സ്വാഭാവികമായും വലിയ ഡിമാൻഡും വിലവർധനവും സംഭവിക്കും. അതോടെ നമ്മൾ കൂടുതൽ വേട്ടയാടപ്പെടുന്നു. ഈ ഒരു സിനാരിയോയുടെ അങ്ങേയറ്റം സംഭവിച്ച് ഈ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട ഒരു പക്ഷിവർഗമാണ് ഗ്രേറ്റ് ഓക്കുകൾ. 1844 ജൂൺ 3 ചരിത്രം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: 3 മനുഷ്യന്മാർ ഈ ഭൂമുഖത്ത് അവശേഷിച്ച അവസാന ജോഡി ഗ്രേറ്റ് ഓക്കുകളെ കൊന്ന് ആ ഇണപ്പക്ഷികൾ അടയിരുന്ന് വിരിയിക്കാൻ ശ്രമിച്ച മുട്ടയും നശിപ്പിച്ച് ഒരു ജീവിവർഗത്തെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കിയ ദിവസം. ആ സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഗ്രേറ്റ് ഓക്ക് എന്ന പക്ഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പെൻഗിനുകളാണെന്ന് ആദ്യകാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന വടക്കൻ അറ്റ്ലാന്റിക് സ്വദേശിയായ പറക്കാൻ സാധിക്കാത്ത ഈ പക്ഷി ഒരു കാലത്ത് കാനഡ മുതൽ വടക്കൻ യൂറോപ്പ് വരെ ധാരാളമായി കാണപ്പെട്ടിരുന്നു. 80 സെന്റിമീറ്ററോളം ഉയരവും 5 കിലോഗ്രാം തൂക്കവുമുള്ള ഇവയുടെ പുറംഭാഗത്തിന് കറുത്ത നിറമാണ്. തലയ്ക്ക് തവിട്ട് നിറവും നെഞ്ചിനും വയറിനും വെളുപ്പ് നിറവുമാണ്. ചിറകുകൾക്ക് 15 സെന്റിമീറ്റർ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറക്കാനാവാത്ത ഇവ പക്ഷേ ഒന്നാന്തരം നീന്തൽക്കാരായിരുന്നു. ഇതവയെ നല്ല രീതിയിൽ മത്സ്യങ്ങളെ വേട്ടയാടാൻ സഹായിച്ചു. വെള്ളത്തിലെ ഈ ചടുലത പക്ഷേ കരയിൽ അവർക്ക് അന്യമായിരുന്നു. ബ്രീഡിംഗ് ടൈം അല്ലാത്ത കാലത്ത് നോർത്ത് അറ്റ്ലാന്റിക്കിലെ കാനഡ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, ഫെറോ ഐലൻഡ്, നോർവേ, അയർലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയവയുടെ തീരപ്രദേശങ്ങളിൽ തീറ്റ തേടിയവർ സമയം ചെലവഴിച്ചു. എന്നാൽ പ്രജനന കാലത്ത് സമൃദ്ധമായ ഫുഡ് സപ്ലൈ ലഭ്യമായ കടലിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന വിദൂര ദ്വീപുകളിലെ ഒറ്റപ്പെട്ട പാറകളായിരുന്നു ഇവയുടെ ബ്രീഡിംഗ് സൈറ്റുകൾ. ഇത്തരം സ്പോട്ടുകൾ ദുർലഭമായിരുന്നതിനാൽ തന്നെ വളരെ കുറച്ച് ബ്രീഡിംഗ് സൈറ്റുകളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇവയുടെ മറ്റു പ്രത്യേകത ഇവ മൊണോഗമസ് ആണ് എന്നതാണ്. എന്നുവെച്ചാൽ ദീർഘകാലത്തേക്കോ അല്ലെങ്കിൽ ആജീവനാന്തമോ ഒരിണയുമായി മാത്രം ബന്ധം പുലർത്തുന്നവരായിരുന്നു ഇവർ. വളരെ സാമൂഹികമായ ഇടതൂർന്ന ബ്രീഡിംഗ് കോളനികളിലാണ് ഇവർ കൂടുകൂട്ടിയിരുന്നത്. വെറും പാറപ്പുറത്ത് ഒരൊറ്റ മുട്ടയിട്ട് 2 മാതാപിതാക്കളും മാറി മാറി 6 ആഴ്ചയോളം നീളുന്ന ഇൻക്യുബേഷനിൽ പങ്കാളികളാവുന്നതിനാൽ തന്നെ മുട്ട എപ്പോഴും വാമായി നിൽക്കുകയും മറ്റു ശത്രുക്കളിൽ നിന്ന് മുട്ടയ്ക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞിന് 2-3 ആഴ്ചകൾ കൊണ്ട് നെസ്റ്റ് ഉപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും മാതാപിതാക്കൾ തുടർന്നും കുറച്ചു കാലത്തേക്ക് കൂടി ഭക്ഷണവും സംരക്ഷണവും നൽകുന്നു. 15-ാം നൂറ്റാണ്ടോടെയാണ് മനുഷ്യന്റെ ഇടപെടലുകൾ ഈ ജീവിവർഗത്തെ സാരമായി ബാധിച്ചത്. വടക്കേ അറ്റ്ലാന്റിക്കിൽ എത്തിച്ചേർന്ന നാവികരും മീൻപിടുത്തക്കാരും ഇവയെ വ്യാപകമായി കൊന്നൊടുക്കി. മാംസത്തിനും മുട്ടകൾക്കും പുറമെ അവയുടെ മൃദുവായ ഡോൺ ഫെദറുകൾക്ക് വേണ്ടിയും ഇവ വേട്ടയാടപ്പെട്ടു. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇവയുടെ ബ്രീഡിംഗ് കോളനികൾ ശുഷ്കമായി മാറി. ഗ്രേറ്റ് ഓക്കുകളുടെ അവസാന കോളനി നിലനിന്നിരുന്നത് ഐസ്ലാൻഡിനടുത്തുള്ള ചെറുദ്വീപായ ഗെയർ ഫുഗ്ലാസ്കറിലായിരുന്നു. പ്രക്ഷുബ്ധമായ കടലിൽ കുത്തനെ ഉയർന്നു നിന്ന ഈ വോൾക്കാനിക് റോക്കിന് മുകളിലോട്ട് മനുഷ്യർക്ക് എത്തുന്നത് വളരെ ദുസ്സഹമായിരുന്നു. ഇത് ഗ്രേറ്റ് ഓക്കുകൾക്ക് മനുഷ്യരിൽ നിന്ന് സംരക്ഷണം നൽകി. എന്നാൽ 1830-ലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഈ ദ്വീപ് കടലിൽ മുങ്ങുകയും പക്ഷികൾ അടുത്തുള്ള എൽഡേ ദ്വീപിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ ദ്വീപ് ഒരു വശത്ത് നിന്ന് മനുഷ്യർക്ക് ക്ലൈംബ് ചെയ്ത് കയറാവുന്നതായിരുന്നു. 1835-ൽ ദ്വീപിലെ ഗ്രേറ്റ് ഓക്ക് കോളനി ആദ്യമായി കണ്ടെത്തിയപ്പോൾ ഏതാണ്ട് 50ഓളം പക്ഷികൾ ഉണ്ടായിരുന്നു. അതോടെ യൂറോപ്പിലെ പല മ്യൂസിയങ്ങളും അപൂർവമായ ഗ്രേറ്റ് ഓക്കുകളുടെ സ്പെസിമെനുകൾ പ്രിസർവ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി ദ്വീപിൽ നിന്ന് അവയെ വേട്ടയാടി പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ പക്ഷികളുടെ എണ്ണവും ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1844-ൽ ഒരു വ്യാപാരിക്ക് സ്പെസിമെൻ കളക്ട് ചെയ്യാൻ വേണ്ടി 3 വേട്ടക്കാർ ദ്വീപിൽ പ്രവേശിച്ചു. അപ്പോഴവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് 2 ഗ്രേറ്റ് ഓക്കുകളെയായിരുന്നു. ഇണകളായ അവ തങ്ങളുടെ കുഞ്ഞിനെ വിരിയിക്കാൻ മുട്ടയ്ക്കടയിരിക്കുകയായിരുന്നു. ആ മനുഷ്യർ ആ 2 പക്ഷികളെ പിടികൂടി കഴുത്ത് നെരിച്ചു കൊല്ലുകയും സംഘർഷത്തിനിടയിൽ അവയുടെ മുട്ട ചവിട്ടിയൊടക്കപ്പെടുകയും ചെയ്തു. അന്നത് ചെയ്യുമ്പോൾ ആ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു തങ്ങൾ ഇല്ലാതാക്കുന്നത് ഈ ഭൂമിയിലെ അവസാനത്തെ ഗ്രേറ്റ് ഓക്കുകളെ ആയിരുന്നു എന്ന്. എന്നാൽ യാഥാർത്ഥ്യം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഗ്രേറ്റ് ഓക്കുകൾ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു. 1858-ൽ എൽഡേ ദ്വീപിലും സമീപ പ്രദേശങ്ങളിലും ഗ്രേറ്റ് ഓക്കുകൾക്ക് വേണ്ടി പര്യവേഷണം നടത്തിയ ജീവശാസ്ത്രജ്ഞനാണ് ആ യാഥാർത്ഥ്യം ലോകത്തോട് സ്ഥിരീകരിച്ചത്. 1844-ൽ കൊല്ലപ്പെട്ട 2 പക്ഷികളുടെയും കണ്ണുകളും ഇന്റേണൽ ഓർഗാൻസും കോപ്പൻഹാഗനിലെ സുവോളജിക്കൽ മ്യൂസിയത്തിലാണുള്ളത്. 100 വർഷത്തോളം അജ്ഞാതമായിരുന്ന ആ പക്ഷികളുടെ സ്കിന്നുകൾ പിൽക്കാലത്ത് നടത്തിയ DNA മാച്ചിലൂടെ ബ്രസൽസിലെ റോയൽ ബെൽജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ സയൻസിൽ കണ്ടെത്തി. 1971-ൽ ഐസ്ലാൻഡിക് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി 9,000 യൂറോക്ക് എന്ന് വെച്ചാൽ ഏകദേശം 10 ലക്ഷം ഇന്ത്യൻ രൂപക്ക് വാങ്ങിച്ച ഒരു ഗ്രേറ്റ് ഓക്ക് സ്പെസിമെൻ ഇതുവരെ വിറ്റഴിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സ്റ്റഫ് ചെയ്ത പക്ഷിയായി ഗിന്നസ് ബുക്കിൽ ഇടം നേടി. വിവിധ മ്യൂസിയങ്ങളിലായി ഗ്രേറ്റ് ഓക്കുകളുടെ 78 സ്കിന്നുകളും 75 മുട്ടകളുമാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ ആർത്തിയും ചൂഷണവും വന്യജീവികളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഇന്നും അവ നിലനിൽക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.